നമ്മളിപ്പോൾ താഴോട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് രണ്ട് സൈഡിലും ഒരുവിധം എല്ലാ പാറക്കെട്ടുകളിലും ഇതേപോലെ അന്നത്തെ കാലത്തെ റോക്ക് കാർവിങ്സും അതേപോലെ പടങ്ങളുമൊക്കെ അന്നത്തെ കാലത്ത് അവർ ഇൻസ്ക്രൈബ് ചെയ്ത് വെച്ച ടൂളൊക്കെ യൂസ് ചെയ്ത് വരച്ച ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റില്ല. ഇത് ശരിക്കും 4500 ഏക്കറോളം വിസ്തൃതിയിലാണ് ഈ ഫുള്ള് ഈ മ്യൂസിയം, ഈ ഹെറിറ്റേജ് സൈറ്റ് ഉള്ളത്. അതിനകത്താണ് മ്യൂസിയവും ഇവരുടെ ഈ ഫൈൻഡിങ്സ് ഒക്കെ ഉള്ള ഈ പാറക്കൂട്ടങ്ങളും അതിനകത്തുള്ള കാവിങ്സും പിന്നെ ഈ ബിൽഡിങ്സ് എല്ലാം വരുന്നത് ഈ 4500 ഏക്കറിനകത്താണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഹെൻഡ് കേട്ടോ. അങ്ങോട്ട് നോ എൻട്രി എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ നെക്സ്റ്റ് ഇനി പോകാൻ പോകുന്ന ഒരു മ്യൂസിയത്തോട്ടാണ്. ഇവിടുത്തെ ഏൻഷ്യൻ റോക്ക് കാർവിങ്സ്, അതായത് 4000 മുതൽ 40,000 വർഷങ്ങൾ പഴക്കമുള്ള ഏൻഷ്യൻ റോക്ക് കാർവിങ്സ് കാണാൻ വേണ്ടി പോവാണ്. പോകുന്ന വഴിക്ക് പുള്ളി എടുത്ത് നിർത്തി ഐസ്ക്രീമൊക്കെ മേടിച്ചു. പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരുന്നുണ്ട് കേട്ടോ, 2-3. പക്ഷെ നല്ല മനുഷ്യനാണ് കേട്ടോ, കൊള്ളാം. നല്ല ഐസ്ക്രീം. ഇവിടുത്തെ വാനില ഐസ്ക്രീം ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് നമ്മളവിടെ കിട്ടുന്നതിനെക്കാട്ടിലും വാനില ഐസ്ക്രീം, നോർമൽ വാനില ഐസ്ക്രീമാണ്, പക്ഷെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നു, ഭയങ്കര ക്രീമി ആയിട്ട് തോന്നുന്നു. കൊന്തൽ കൊള്ളാം. നമ്മളിനി അടുത്ത നമ്മുടെ ഒരു മ്യൂസിയം പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് അവിടെ 80 മന്നത്താണ് ആയത്, 2 പേർ കൂടി. ആ ഫുള്ള് റൈഡും അവിടെ പോയിട്ട് കറക്കിയിട്ട് തിരിച്ചുകൊണ്ട് വരുന്നവർ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ചായയൊക്കെ കുടിച്ചിട്ട് നമ്മളിപ്പോൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. ഇവിടെ 7 മന്നത്തെന്നാണ് പറയുന്നത്. നോക്കി നോക്കാം അകത്ത് എത്രയാണ് മേടിക്കുന്നത്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഈ ലോക്കൽസിന് ഒരു റേറ്റ്, ഫോറിനേഴ്സിന് വേറെ റേറ്റ്, അങ്ങനെയാണ് കേട്ടോ. ഇവിടെ എത്രയാണ് മേടിക്കുന്നത് നമുക്ക് നോക്കി നോക്കാം. കാസ ടിക്കറ്റ് സെൻറ്റർ. ഇവിടെ കാസ എന്ന് പറയുന്നത് ടിക്കറ്റ് സെൻറ്ററാണ്, ടിക്കറ്റ് ഓഫീസാണ്. അവിടെ നമ്മൾ എടുക്കാനുള്ളത്. ഇവിടുത്തെ ഒരു ആർട്ട് മ്യൂസിയം ശരിക്കും. അവിടെ എൻട്രൻസ്. ഇവിടെ ടിക്കറ്റ് ആണ്, 10 months ആണ് ഒരാൾക്ക്. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഇതുവഴി. This is the entrance, right? Okay. ഇതിനകത്താണ് മ്യൂസിയം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ മുകളിലെ റോക്ക് കാർവിങ്സ് കാണാൻ പോവാന്നാണ് അവർ പറയുന്നത്. നമുക്ക് കയറി നോക്കാം. ഗോപുസ്ഥാൻ മിലിറ്ററിക്സ് ബെഡിൽ കുറുകു. ഇവിടെ ലാംഗ്വേജ് ഒന്നും നമുക്ക് വായിക്കാൻ പറ്റും, പക്ഷെ മനസ്സിലാവില്ല. എന്നിട്ട് നമുക്ക് ആ കാണുന്ന മലയുടെ മുകളിലോട്ട് പോകാൻ പറ്റും. അവിടെയാണ് മെയിൻ ഇവിടെ പഴയ ആ ഏൻഷ്യൻ റോക്ക് കാർവിങ്സ് ഒക്കെ ഉള്ളത്. നമുക്ക് ഫസ്റ്റ് ഇതിനകത്തോട്ട് കയറി നോക്കാം. ഇവിടെ എൻട്രൻസ്. നോ സ്മോക്കിംഗ്, നോ പെറ്റ്സ്, നോ ഡ്രോൺ. ഇവിടെ നോ ഡ്രോൺ ഏരിയ. നമ്മൾ ഗോപുസ്ഥാൻ ഏൻഷ്യൻ റോക്ക് ആർട്ട് റിസർവിനകത്തേക്ക് കടക്കുന്നതിന് മുമ്പ് കാണേണ്ട ഒരു സംഭവമാണ് ഗോപുസ്ഥാൻ നാഷണൽ മ്യൂസിയം. ഈ മ്യൂസിയം ശരിക്കും നമുക്ക് ഈ ഗോപുസ്ഥാൻ്റെ ഹിസ്റ്ററിയും കൾച്ചറും ഇവിടുത്തെ ജിയോളജിയും എന്നതിനെപ്പറ്റി ഒരു പെർഫെക്റ്റ് ഇൻട്രൊഡക്ഷൻ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് പലതരത്തിലുള്ള ഇൻറ്ററാക്റ്റീവ് ഡിസ്പ്ലേസ്, അതേപോലെ ഡിജിറ്റൽ സ്ക്രീന്, അതേപോലെ തന്നെ 3D മോഡൽസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിലൂടെ നമുക്ക് ഈ റീജിയൻ്റെ ഇതെങ്ങനെയാണ് ഈ ലോകത്തിലെ ഏറ്റവും ഓൾഡസ്റ്റ് റോക്ക് റിസർവ് ആയത് എന്നതിനെ പറ്റി ഒരു ധാരണ നമുക്ക് ഇവിടുന്ന് കിട്ടുക. ഇതിനകത്ത് ശരിക്കും ഇവിടുത്തെ ഹിസ്റ്ററി മാത്രമല്ല, ഗോപുസ്ഥാൻ്റെ മഡ് വോൾക്കാനോസ് മുതൽ കാസ്പിയൻ ഷോർലൈൻ വരെയുള്ള ഒരു യുണീക്ക് ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടുത്തെ മോഡേൺ ആർക്കിടെക്ചറിൻ്റെയും പിന്നെ ഇവിടുത്തെ കൾച്ചറിൻ്റെയും ഒരു മിക്സ്ഡ് വ്യൂ ആണ്. ഏതാണ്ട് 40,000 വർഷങ്ങൾ പഴക്കമുള്ള 6000-ഓളം വരുന്ന റോക്ക് എൻഗ്രേവിങ്സും അതിൻ്റെ തെളിവുകളും നമുക്കിവിടുന്ന് കാണാൻ സാധിക്കും. അന്നത്തെ ആദിമ മനുഷ്യർ എങ്ങനെയാണ് ഹണ്ട് ചെയ്തിരുന്നത്, അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റ്, അവരുടെ ലൈഫ്, ഇതൊക്കെ എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും ഇതിലൂടെ. ഇതിൻ്റെ ഒരു ബെസ്റ്റ് പാർട്ടായിട്ട് എനിക്ക് തോന്നിയത് ഇതാണ് കേട്ടോ. നമ്മളിനി കാണാൻ പോകുന്ന അതിശയിപ്പിക്കുന്ന റോക്ക് ആർട്ട് റിസർവിലെ കാഴ്ചകളും അതിൻ്റെ ഒരു സാമ്പിളാണ് നമുക്ക് ഈ മ്യൂസിയത്തിൽ നിന്ന് കാണാൻ പറ്റുന്നത്. ഇതൊരു വലിയ സ്റ്റോൺ എടുത്ത് വെച്ച് കേട്ടോ ഇതേപോലത്തെ. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നത് ഇത് കേവാണെന്ന് തോന്നുന്നു. ആദിമ മനുഷ്യർ അന്നത്തെ കാലത്ത് താമസിച്ചിരുന്ന ഒരു കേവിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒറിജിനൽ സ്റ്റോണാണെന്ന് അറിയത്തില്ല, മേ ബി ഒറിജിനൽ സ്റ്റോൺ ആയിരിക്കും ഇവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ ഒറിജിനലാണ് കേട്ടോ, ഇതൊക്കെ ഒറിജിനലാണ്. ചെറിയ ചെറിയ സ്റ്റോൺസും ടൈലിൻ്റെ കുറച്ച് ഫ്രാഗ്മെൻറ്റ്സും പിന്നെ എന്താ കൂടുതൽ അന്നത്തെ കാലത്ത് അവർ ആരോ ഹെഡ്സാണ്, ഇതൊക്കെ ആരോ ഹെഡ്സാണ് അവർ യൂസ് ചെയ്തിരുന്ന പ്രൊട്ടക്ഷനും ഇതിന് വേണ്ടിയിട്ടൊക്കെ ഡിഫെൻഡ് ചെയ്യാനൊക്കെ യൂസ് ചെയ്തിരുന്ന ആരോ ഹെഡ്സാണ്. ഇതൊക്കെ കല്ലുകൊണ്ട് ഉണ്ടാക്കിയതാണ്, ഫുള്ള് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റോൺസ് വെച്ചുണ്ടാക്കിയത്.
അതിൻ്റെ ആക്സിഡൻ്റൽ ഫൈൻഡിങ് എന്നാണ് പറയുന്നത്. ഇത് വേറെ ഏതോ ഒരു ഇതിന് വേണ്ടിയിട്ട് എക്സ്കവേറ്റ് ചെയ്തപ്പോഴത്തേക്കും കിട്ടിയ എന്താണ് ആക്സിഡൻ്റൽ ഫൈൻഡിങ്സ് ആണ് ഇതൊക്കെ. എല്ലാം കൂർത്ത സ്റ്റോൺസ്. അന്നത്തെ കാലത്ത് അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒന്നുമില്ലല്ലോ, തോക്കുന്നത്തെ പോലെ തോക്കും ബോംബൊന്നുമില്ല, അതുകൊണ്ട് അവർ യൂസ് ചെയ്ത സംഭവം. ഓ, ഇതൊക്കെ കാണേണ്ട സംഭവം തന്നെ കേട്ടോ. ഇതാണ് ആ സ്റ്റോണ്, ആ വലിയ കേവ്. ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങാണ്. എനിക്ക് ഈ മ്യൂസിയത്തിനകത്ത് ഒരു സുവനീർ ഷോപ്പൊക്കെ ഉണ്ട്. നമ്മളെന്തായാലും സുവനീർ മേടിക്കുന്നില്ല. മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതിൻ്റെയൊക്കെ ഒറിജിനൽ സാധനങ്ങൾ, അതായത് ഇവിടെ നിന്നൊക്കെ എടുത്ത് ഇവിടെയൊക്കെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച കുറേ സാധനങ്ങളാണ് അടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒറിജിനൽ ഇപ്പോഴും നിലനിൽക്കുന്ന സാധനങ്ങൾക്ക് നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ 10 രൂപ ആണ് മന്നത്ത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മ്യൂസിയത്തിൽ പോയിട്ട് 10 ഇപ്പോൾ കൂട്ടിയെന്നാണ് പറയുന്നത് 10. ഓ, 9 മന്നത്തായിരുന്നു, ഇപ്പോൾ ഇവർ കൂട്ടി 10 മന്നത്താക്കി. നമുക്ക് ഇവിടെ നിന്ന് മ്യൂസിയത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടുത്തെ ആ മുകളിലോട്ടുള്ള ഒരു ആർട്ട് സൈറ്റ്, അവരുടെ യുനെസ്കോയുടെ ആ ഹെറിറ്റേജ് ആർട്ട് സൈറ്റിലോട്ട് നമുക്ക് പോകാൻ പറ്റും. റോക്ക് കാർവിങ്സ് ഒക്കെ ഉള്ള പോകാൻ പറ്റും. അത് വണ്ടിയിൽ പോകാൻ പറ്റും, അല്ലെങ്കിൽ നടന്നു പോകാൻ. ഇവിടുന്ന് മ്യൂസിയം കണ്ടിട്ട് നടന്നു പോകാൻ കുറച്ച് ദൂരമുണ്ട് ഇവിടെ പോകുമ്പോൾ. ടിക്കറ്റ് കളയാതെ കയ്യിൽ വെച്ചിരുന്നാൽ മതി. മുകളിൽ ടിക്കറ്റ് ചോദിക്കും, ടിക്കറ്റ് കളയാതെ വെച്ചിരുന്നാൽ മതി. ഇവിടെയാണ് ആർക്കിയോളജിസ്റ്റ് ആൾക്കാർ ഫുള്ള് എക്സ്കവേറ്റ് ചെയ്ത് കണ്ടുപിടുത്തങ്ങളും വർഷങ്ങളുടെ പഴക്കമായിട്ടുള്ള ഹ്യൂമൻ ട്രേസസ്, ട്രേസസിൻ്റെ ഫുള്ള് നമ്മളിവിടെ താഴ്ന്ന് കുറച്ചുകൊണ്ട് കേട്ടോ. കാരണം നടന്നവരെ നടന്നാൽ പറ്റൂല. ഇവിടെ നിന്ന് നമ്മൾ വണ്ടി തന്നെ വരണം. മുകളിൽ നിന്ന് വണ്ടികൾ, ഞാൻ നടന്ന് ഒരു കുറച്ച് ദൂരം നടന്നപ്പോഴാണ് വണ്ടികളൊക്കെ പോകുന്നത്. അപ്പോൾ എനിക്ക് ഡൗട്ട്, അതുകൊണ്ട് ഞാൻ തിരിച്ചു വന്ന് വീണ്ടും വണ്ടിയിൽ എടുത്തുകൊണ്ട് പോകാം. വണ്ടിയിൽ കയറി പോയിക്കൊണ്ടിരിക്കുക. കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ കേട്ടോ, നല്ല എന്തുമാത്രം പഴക്കം കാണും എന്നുള്ള കാര്യം നമുക്ക് ചെറുതായിട്ടൊന്ന് ഊഹിക്കാൻ പറ്റും. ഊഹിക്കേ, ഫുള്ള് അങ്ങനത്തെ പാറക്കെട്ടുകളാണ് എത്തിയിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ എൻഡ്. ആർട്ട് മ്യൂസിയം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ കാണുന്ന ആ സൈറ്റ് ഇതാണ്. ഓക്കെ അല്ലേ? ഓ, ഗ്രില്ല് ചെയ്തോണ്ടിരുന്നല്ല, അവർ മറ്റേ ഡ്രം അടിച്ചോണ്ടിരുന്ന സംഭവം. ഓക്കെ, എക്സ്കർഷൻ റൂട്ട്. ഓക്കെ, ഇതുവഴി കയറിയിട്ട് അതുവഴി വരാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഈ പാറക്കെട്ടുകളൊക്കെ കാണുമ്പോൾ നമുക്കൊരു നമ്മളിത് ഏതോ ഒരു ഏൻഷ്യൻ ടൈംസിലോട്ട് പോകുന്ന ഒരു ഫീല് വാങ്ങും കേട്ടോ. ഇവിടെ ഇപ്പോൾ ആൾക്കാരൊന്നുമില്ല, ബിൽഡിംഗ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് കറക്റ്റ് ആ ഒരു ഫീൽ കിട്ടിയാണ്. ഓക്കെ, നമ്മളേതോ ഒരു ഓൾഡ് വേൾഡ് ചാമില്ലേ, അന്നത്തെ കാലത്തെ ആൾക്കാരൊക്കെ ഇവിടെയൊക്കെ താമസിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ പൂർവികർ അന്നത്തെ കാലത്ത് അവർ കുക്ക് ചെയ്തിരുന്നതും അതേപോലെ അവരുടെ പാർട്ടി ആ സംഭവം കണ്ടില്ല, ഡ്രമ്മൊക്കെ അടിച്ച് അതിൽ വെച്ചാണ് സൗണ്ട് ഉണ്ടാക്കുന്നത്. അതിൽ ഒരു പാറയാണ്, അതിൽ ചെറുതായിട്ട് ഹോളും ആണെന്ന് തോന്നുന്നത്. സൗണ്ടൊക്കെ അതിൽ നിന്ന് വരുന്നുണ്ട്, ഒരു ഡ്രമ്മിൻ്റെ സൗണ്ടൊക്കെ വരുന്നുണ്ട്. നന്നായിട്ട് ഇതിനെ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. 2007 മറ്റോ ആണ് ഇതിനെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് യുനെസ്കോ പ്രഖ്യാപിച്ചത്. ഇവിടെ നോ സ്മോക്കിംഗ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു അമ്മച്ചി അവിടെ ഇടുന്ന ഒരേ വലി. ഓക്കെ, ഇതിൽ കണ്ടോ, ഇതിൽ കാണിച്ചു വയ്ക്കുന്ന, ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഈ കാർവിങ്സ് ഒക്കെ മെസോലിത്തിക് എറ എന്ന് പറഞ്ഞൊരു എറയിൽ, ആ എറയിലോട്ടാണ് ഇതെല്ലാം ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. അതിൽ ആ സമയത്ത് പെട്രോഗ്രിഫ്സ് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് അതിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എനിക്ക് അറിയത്തില്ല. പെട്രോഗ്രിഫ്സ് എന്താണ് പേര്. കാരണം റോക്ക് കാർവിങ്സ് ആണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ആ കാലഘട്ടത്തിൽ ഇതാണ് ഇവിടെ ഇൻസ്ക്രൈബ് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നത്. 31 താഴോട്ട് പോകുമ്പോഴത്തേക്ക് രണ്ട് സൈഡിലും ഒരുവിധം എല്ലാ പാറക്കെട്ടുകളിലും ഇതേപോലെ അന്നത്തെ കാലത്തെ റോക്ക് കാർവിങ്സും അതേപോലെ പടങ്ങളും ഒക്കെ അന്നത്തെ കാലത്ത് അവർ ഇൻസ്ക്രൈബ് ചെയ്ത് വെച്ച ടൂളൊക്കെ യൂസ് ചെയ്ത് വരച്ച ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റില്ലേ. ഓ, എന്ത് വലിയ പാറക്കെട്ടല്ലേ ഇത്. ഓക്കെ, അതിനകത്തൂടെ നമ്മൾ വന്നത്. കഥകളിലൊക്കെ കുതിരയുടെയൊക്കെ അനിമൽസിൻ്റെയൊക്കെ ഇൻസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പടം, അതിൻ്റെ രൂപമൊക്കെ, എന്തൊക്കെയോ രൂപങ്ങളും
എന്തൊക്കെയോ എഴുത്തുകളൊക്കെ ഇതിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും. നോക്കിയേ, ഇതെനിക്ക് സൂം ഇല്ലാത്തതുകൊണ്ട് ഞാൻ സൂം ചെയ്യാൻ പറ്റാത്തതാണ്. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് സിറ്റിയൊക്കെ നമുക്ക് കുറേയൊക്കെ കാണാൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് എന്താണ് നമ്മൾ അന്നത്തെ കാലത്തുള്ള ആൾക്കാരുടെ ജീവിതവും അവരുടെ ലൈഫും ഒക്കെയാണ് നമുക്ക് ഇത് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആലോചിച്ച് നോക്കിയേ, ഇത് ഇന്നും ആൾക്കാർ ഇതിനെടുത്ത് പ്രിസർവ് ചെയ്തിട്ട് നമുക്ക് ഇന്നും അതിലോട്ടുള്ളൊരു കണക്ട് കിട്ടുക എന്നുള്ളത് ഭയങ്കര വലിയ കാര്യമല്ലേ. ഉണ്ടോ, ഇതിലൊക്കെ നമുക്ക് ചെറിയ ചെറിയ കാർവിങ്സ് ഒക്കെ കാണാൻ സാധിക്കും. ആക്ച്വലി ഞാൻ ആ മ്യൂസിയത്തിൽ നിന്ന് വായിച്ചത് ഇവിടെ ഒരു കേവ് ഉണ്ട്. അത് ശരിക്കും 4 ലക്ഷം 2 ലക്ഷം മുതൽ 4 ലക്ഷം വർഷം പഴക്കമുള്ള കേവ്. അതിനകത്തുനിന്ന് കുറേ ഇവർക്ക് എന്തൊക്കെയോ സ്കെലറ്റൺസും ഇതൊക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ അതിനകത്തുനിന്ന് വായിച്ചത്. നമുക്ക് ആ കേവ് എവിടെയാണെന്ന് പിടിയില്ല. എൻ്റെ നമ്പേഴ്സൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ കുറച്ചുകൂടി കൂടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് കണ്ടുപിടിക്കാൻ പറ്റിയത്. ഫുള്ള് ആക്ച്വലി ഇത് എവിടേക്കാണ് എങ്ങോട്ടേക്കാണ് ഇതിൻ്റെ വഴികൾ കിടക്കുന്നത് നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഒരുപാടുണ്ട് വഴികൾ കയറി പോകാനായിട്ട്. ഇവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളൊരു പനോരമിക് വ്യൂ. എനിക്ക് തോന്നുന്നു അന്നത്തെ ആൾക്കാരൊക്കെ കുറച്ച് ഹൈ ഏരിയ എപ്പോഴും തിരഞ്ഞെടുക്കുമെന്നാണ് താമസിക്കാൻ, അവരുടെ ഒരു ഹാബിറ്റാറ്റിനും അവർ താമസിക്കാനും എന്നൊക്കെ. കാരണം വെച്ചാൽ എപ്പോഴും ഒരു ഹൈ ഗ്രൗണ്ട് തിരഞ്ഞെടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു നാച്ചുറൽ ഡിസാസ്റ്ററോ അല്ലെങ്കിൽ എന്തെങ്കിലും അറ്റാക്കോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അതുകൊണ്ടായിരിക്കണം ഇവർ ഇങ്ങനത്തെ വലിയ വലിയ പ്ലേസസ് ഹൈ ഗ്രൗണ്ട്സ് എപ്പോഴും തിരഞ്ഞെടുക്കുന്നത്. ഈ ഒരു കേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇത് അവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറേ ഇത് കാർവിങ്സും ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ബുൾസിനെയൊക്കെ ഇവർ യൂസ് ചെയ്തിരുന്നു. ഇവർക്ക് ട്രേഡിങ്ങിനും ഇവർക്ക് യാത്ര ചെയ്യാനും പിന്നെ ഇവരുടെ വേണ്ടിയിട്ട് ഒരുപാട് ബുൾസിനെയൊക്കെ യൂസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കാർവിങ്സ് നമുക്ക് ഈ ബാക്കിൽ കാണുന്ന ഈ കേവിൽ നിന്നൊക്കെ നമുക്ക് കേവല്ല ഈ സ്റ്റോൺസിലൊക്കെ അവർ കാർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവർ പല അനിമൽസിനെ അവർ അന്ന് യൂസ് ചെയ്തിരുന്നു. ഒരുപാട് ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരുപാട് അനിമൽസിനെ യൂസ് ചെയ്തിരുന്നു. ഹോഴ്സസ്, അതേപോലെ ഒരുപാട്. പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ബുള്ള്. അതിൻ്റെയൊക്കെ കാർവിങ്സ് ഇതിനകത്തുനിന്ന് ആർക്കിയോളജിസ്റ്റ് അന്നത്തെ കാലത്ത് അവർ കണ്ടെടുത്തിട്ടുണ്ട്. ഒരു കാര്യം കാണിച്ചു തരാവേ. നിങ്ങൾ ഈ സ്ഥലം ഒന്ന് നോക്കിക്കുക. ഈ സ്ഥലം ഇങ്ങനെ മനസ്സിൽ കണ്ടിട്ട് ആ ബിൽഡിങ്സ്, അവിടെ കാണുന്ന ബിൽഡിങ്സ് ഒന്നും ഇല്ലാതെ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. നമുക്ക് മില്യൺസ് ഓഫ് വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ ഭൂമി അല്ലെങ്കിൽ ഈ സ്ഥലം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊന്നുമില്ലാതെ, ഇവിടുത്തെ ബിൽഡിംഗ് ഒന്നുമില്ലാതെ വെറും തരിശ് ഭൂമി, ഒരു അതിർത്തി. അന്നത്തെ പ്രശ്നങ്ങളൊക്കെ വേറെ ആയിരുന്നിരിക്കും. അന്നത്തെ ആൾക്കാരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നങ്ങളായിരിക്കും അന്ന് ഉണ്ടായിരുന്നത്. ഇന്നത്തെ പോലെ ഭയങ്കര വാറൊക്കെ ഉണ്ടെന്ന ഡൗട്ടാണ്. എന്നാലും വാറൊക്കെ കാണും ഒബ്വിയസ്ലി. അന്നത്തെ കാലത്ത് യുദ്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കും. പക്ഷെ അതിൻ്റെയൊക്കെ റീസൺസ് എന്തായിരുന്നിരിക്കും ഇന്നത്തെ കാലത്തുള്ള പോലെ ആയിരിക്കില്ല. വേറെ എന്തെങ്കിലുമൊക്കെ റീസൺ, സർവൈവലിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള റീസൺ ആയിരിക്കും അന്നത്തെ കാലത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നത്, വാറൊക്കെ ഉണ്ടായിരുന്നത്. ഇവിടെയൊക്കെ ആൾക്കാർ അന്ന് ഏൻഷ്യൻ്റ് ഹ്യൂമൻസ്, ആദിമവാസികൾ, ആദിമ മനുഷ്യർ ഗ്രൂപ്പായിട്ടായിരുന്നു ഇരിക്കുന്നത് താമസിച്ചിരുന്നത്. ഇവിടെയൊക്കെ ആൾക്കാർ താമസിച്ചിരുന്നു. ഇതിൻ്റെ കേസിൻ്റെ ഒക്കെ അകത്ത് ഒക്കെ ആൾക്കാർ ഷെൽട്ടർ ചെയ്തിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇതിനകത്ത് നിന്ന് ആൾക്കാർ കിട്ടിക്കൊണ്ടിരുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് അവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വിമൻ ആൾക്കാർ, 2 സ്ത്രീകളുടെ കാർവിങ്സ് ഇവിടെ ഉണ്ട്. അതിൽ ഒരു സ്ത്രീയുടെ വയറ് ഭയങ്കര വലുതായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം അന്നത്തെ കാലത്ത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ലേഡിയുടെ ഒരു ഇമേജാണ് ഇതിനകത്ത് അവർ കാർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അവിടെ നമുക്ക് അനിമൽസിൻ്റെയൊക്കെ, എനിക്കൊന്ന് ഒരു കുതിരയുടെ പോലത്തെ അനിമൽസിൻ്റെയൊക്കെ കാർവിങ് നമുക്ക് അവിടെ ഉണ്ട്. ഇത് ശരിക്കും 4500 ഏക്കറോളം വിസ്തൃതിയിലാണ് ഈ ഫുള്ള് ഈ മ്യൂസിയം, ഈ ഹെറിറ്റേജ് സൈറ്റ് ഉള്ളത്. അതിനകത്താണ് മ്യൂസിയവും ഇവരുടെ ഈ ഫൈൻഡിങ്സ് ഒക്കെ ഉള്ള ഈ പാറക്കൂട്ടങ്ങളും അതിനകത്തുള്ള കാർവിങ്സും പിന്നെ ഈ ബിൽഡിങ്സ് എല്ലാം വരുന്നത് ഈ 4500 ഏക്കറിനകത്താണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഹെൻഡ് കേട്ടോ. അങ്ങോട്ട് നോ എൻട്രി എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. ഏതായാലും ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇത് ഇന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട്, നമ്മൾ ഇന്നലെ ഷെയ്ക്കിയിൽ അല്ലെങ്കിൽ ഷേതാങ്ങിലൊക്കെ പോയത് പോലത്തെ ഒരു എക്സ്പീരിയൻസ് അല്ല ഇത്. നമ്മുടെ പൂർവികരുടെ
നമ്മൾ എന്തിൽ നിന്ന് വന്നു, അതായത് നമ്മൾ എങ്ങനെയായിരുന്നു നമ്മുടെ ജീവിതം, അല്ലെങ്കിൽ നമ്മൾ അന്നത്തെ കാലത്ത് ജനിച്ചിരുന്നെങ്കിൽ എന്തൊക്കെയായിരുന്നിരിക്കണം നമുക്ക്, ഈ ഫോണാ ഇതൊന്നുമില്ല, അത് നമ്മൾ എന്തൊക്കെയായിരിക്കും യൂസ് ചെയ്ത് നമ്മൾ സർവൈവ് ചെയ്തിരുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ തെളിവുകളാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഈ ഞാനിപ്പോൾ കയ്യിൽ കൊണ്ടു നടക്കുന്ന ഈ ഗോപ്രോ ഈ ക്യാമറയിൽ പോലും നമുക്ക് ഇപ്പോൾ നന്ന വൃത്തിയായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അന്നത്തെ കാലത്ത് അവർക്കൊന്നുമില്ല, ജസ്റ്റ് ഇതേപോലെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ആൾക്കാർ വരുന്ന സമയത്ത് അവർക്ക് ഇൻഫോർമേറ്റീവായിട്ട് അവർ ഫുള്ള് യൂസ് ചെയ്തിരുന്നത് ഇതേപോലത്തുള്ള ടൂൾസൊക്കെ വെച്ചിട്ട് ഇങ്ങനത്തെ പാറക്കൂട്ടങ്ങളിലൊക്കെ അവർ കാർവ് ചെയ്ത് വെച്ചിട്ടാണ്. അങ്ങനെയായിരുന്നു അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്തെങ്കിലും ലാംഗ്വേജ് പോലും ഇല്ല, അവരെന്തെങ്കിലുമൊക്കെ ആയിരിക്കും സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഭയങ്കര ഒരു അത്ഭുതകരമായിട്ടൊരു ഒരു ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ടുള്ളൊരു കാഴ്ചയാണ് ശരിക്കും ഇതൊക്കെ. പോകുന്ന വഴിക്ക് ഇതേപോലെ ചെറിയ ചെറിയ കുഴികളൊക്കെ ഉണ്ട്. മേ ബി ഇവർ ഈ പറഞ്ഞത് വെള്ളം സ്വീകരിച്ചിരുന്ന സ്ഥലങ്ങളായിരുന്നിരിക്കുമോ അറിയില്ല. ചെറിയ ചെറിയ കുഴികളൊക്കെ പോകുന്ന വഴി കണ്ടോ. ഇതൊക്കെ താനേ ഉണ്ടായതാവാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ ഇതിനകത്തായിരിക്കും ചിലപ്പോൾ ഇപ്പോൾ കുറച്ച് ആൾക്കാർ ഇവിടെ ആണ് തമ്പടിച്ചിരുന്നതെങ്കിൽ അതിനകത്തായിരിക്കും ചിലപ്പോൾ അവർ വെള്ളം സ്റ്റോർ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും കുക്ക് ചെയ്യാനൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ആ കുഴിക്കകത്തായിരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലായിടത്തും നോക്കുമ്പോഴും നമുക്ക് നമ്മുടേതായ കുറേ സാധനങ്ങളൊക്കെ നമ്മുടെ മനസ്സിലും കേട്ടോ. ഓക്കെ, അന്നത്തെ കാലത്ത് ചിലപ്പോൾ അവർ ഇങ്ങനെ ആയിരുന്നിരിക്കും ജീവിച്ചിരുന്നത്, ഇതായിരിക്കും അവർ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും അവർ കുക്ക് ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞ കുറേ ചോദ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലും വരും കേട്ടോ. ഇങ്ങോട്ടാണ് എക്സിറ്റ്, നമ്മൾ അതുവഴിയെ കയറി വന്നേ. ഇതോട്ടിറങ്ങാം. ഇവിടെ ആകെ ഞാനൊരു മരം കണ്ട ഇതാണ്, ബാക്കിയെല്ലാം കൊച്ചു കൊച്ചു ചെടികളാണ്. ആകെ ഒരു മരം, ഇതൊക്കെ പിന്നീട് വന്നായിരിക്കും ഉറപ്പ്. ഇവിടെ കുറച്ച് തണലുണ്ട്, ഇവിടെ കുറച്ച് നേരം ഇരിക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട് മൂവിങ്. ഇന്നത്തെ ദിവസം ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു ദിവസമായിരുന്നു നമുക്ക്. അതായത് നമ്മൾ ഇപ്പോൾ എൻട്രൻസ് ഫീ ഒക്കെ പല സ്ഥലത്തും കൂടുതലും കുറഞ്ഞൊക്കെ ഇരിക്കുമല്ലോ. പക്ഷെ ഇന്ന് നമ്മൾ കണ്ടത് എല്ലാം എനിക്ക് ഭയങ്കര വേർത്തായിട്ടുള്ളൂ. നമ്മൾ കൊടുക്കുന്ന കാശിന് ഭയങ്കര വേർത്തി ആയിട്ടുള്ള സ്ഥലങ്ങളായിട്ടാണ് എനിക്ക് ഇന്ന് നമ്മളിപ്പോൾ ഫസ്റ്റ് മഡ് വോൾക്കാനോട് അവിടെ പോകണമെങ്കിലും, പിന്നെ ഈ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്, നമ്മുടെ ഈ ഗോപുസ്ഥാൻ റോക്ക് കാർവിങ്സ്, ആ ഒരു മ്യൂസിയം, ഇതൊക്കെ എനിക്ക് ഭയങ്കര ടോട്ടലി വേർത്തായിട്ടാണ് തോന്നിയത്. എന്തായാലും അടിപൊളി ദിവസമായിരുന്നു. ഇവിടെ സാധനം ഇങ്ങനത്തെ ഇതിലാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ പോകുന്നത് കേട്ടോ. കാരണം ഇതൊക്കെ ഭയങ്കര ഈസി ആയിട്ട് കയറിപ്പോവും. പിന്നെ നമ്മൾ രാവിലെ പോയ മഡ് വോൾക്കാനോട് അവിടെ ആണെങ്കിലും 4x4 ഒക്കെ നല്ല ഈസി ആയിട്ട് കയറിപ്പോളൂ. ഇല്ലെങ്കിൽ പണി കിട്ടും, കയറി പോയില്ല എന്നുള്ളതല്ല, പക്ഷെ വണ്ടിക്ക് പണിയാവും. आँखें खुली हो या हो बंद, दीदार उनका होता है. ഇതാട്ടോ ബസാർ, ഇവിടുത്തെ സദാരക് ബസാർ ഇവിടുത്തെ ഇത് ഇവിടുത്തെ ഒരു കോംപ്ലക്സ് ആട്ടോ. ഫുള്ള് ഷോപ്സൊക്കെ ഉള്ള കുറേ ബൊട്ടീക്സും ഇതൊക്കെയുള്ള കടകൾ, സ്യൂട്ട് വിൽക്കുന്ന കടകളുണ്ട്, സ്യൂട്ട്സൊക്കെ വിൽക്കുന്ന കടകൾ, ജെന്റിൽമാൻ 18 അങ്ങനത്തെ ഇവിടുത്തെ ലോക്കൽ ബ്രാൻഡ്സൊക്കെ വെൻഡേഴ്സൊക്കെ ഉള്ള കടകളാണ് ഇത് ഇവിടെ ഉള്ളത്. ഒരുപാടുണ്ട് കേട്ടോ. ഇതേപോലെ സൈഡിൽ ഫുള്ള് കടകളാണ്. എന്തെങ്കിലുമൊക്കെ മേടിക്കണമെങ്കിൽ മേടിക്കാം. എനിക്ക് തോന്നി ഫസ്റ്റ് കോപ്പിയൊക്കെ കിട്ടുന്ന കടകളാണെന്ന് തോന്നി. ലക്ഷറി ബ്രാൻഡ്സിൻ്റെ ഫസ്റ്റ് കോപ്പിയൊക്കെ കിട്ടുന്ന കടകളാണെന്ന് തോന്നുന്നു ഇവിടെ ഉള്ളത്. ഇവിടെയാ ഇന്ന് തുറന്നിട്ടില്ലാന്ന് തോന്നുന്നു കേട്ടോ. എല്ലാം ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടേക്കാണ്. ഇന്ന് അടച്ചിട്ട് വീട്ടിൽ പോറായോ എന്നറിയത്തില്ല. ജാക്ക് ആൻഡ് ജോൺസിൻ്റെ ഷോറൂമുണ്ട്. പ്രാഡയ്ക്കൊക്കെ ഷോറൂം, പ്രാഡ, ഫെൻഡി, പ്രാഡ, പിന്നെ ഇവിടുത്തെ കുറേ ലോക്കൽ ഷോപ്സ്, മൊട സ്റ്റൈല്. മൊടയൊക്കെ നമ്മുടെ തിരുവനന്തപുരത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, മൊടയും ജാടയൊക്കെ. പെർഫ്യൂംസൊക്കെ അടിപൊളിയാന്ന് തോന്നുന്നു കേട്ടോ. കാരണം നമ്മൾ ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴത്തേക്കും പെർഫ്യൂംസ് അവർ ജസ്റ്റ് മണക്കുന്നുണ്ട്. ഭയങ്കര സ്മെല്ല്, അടിപൊളി സ്മെല്ല്. 5 grams? Yeah. 5 grams, 1 minute? Yo. 5 grams, 1 minute. ഇത് ആക്ച്വലി കടകളൊക്കെ ക്ലോസ് ആയി കേട്ടോ. 5 മണി വരെ ഇവിടെ കടകളൊക്കെ ഉള്ളൂ.
ഓ 5 മണിയൊക്കെ ആകുമ്പോൾ ക്ലോസ് ആക്കുമോ ഇങ്ങനത്തെ ബസാർസൊക്കെ? ഓക്കെ, നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി. ഒന്ന് മേടിക്കാനെന്നല്ല, നമ്മൾ ഈ പെർഫ്യൂമൊക്കെ ജസ്റ്റ് നോക്കിയായിരുന്നു. അതായത് 5 മണിക്ക് മുമ്പേ വന്നാൽ എന്തെങ്കിലുമൊക്കെ മേടിക്കാം. കുറേ ബ്രാൻഡ്സിൻ്റെയൊക്കെ, കുറേ ബ്രാൻഡുകളുടെയൊക്കെ, സാറയുടെയൊക്കെ കുറേ ഷോറൂമുകളൊക്കെ ഉണ്ട് ഇതിനകത്ത്. എനിക്ക് നല്ല ഫസ്റ്റ് കോപ്പി തന്നെ ആയിരിക്കും കണ്ടങ്ങനെ തോന്നുന്നു. പക്ഷെ നല്ല ക്വാളിറ്റി, അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് ഭയങ്കര ചീപ്പ് മെറ്റീരിയൽ ഒന്നുമല്ല, നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ള സാധനങ്ങളാണ് ഉള്ളത്. ടീഷർട്ടൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ളതായി കിടക്കുന്നത്. ഇതിനകത്ത് ഉള്ള ഒരു കടയാണ്, ഫുള്ള് ബ്രാൻഡഡ് ബാഗ്സിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ള കേട്ടോ. നമ്മൾ നോക്കിയ എല്ലാത്തിനും നല്ല ക്വാളിറ്റി ഉണ്ട്. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇത് തന്നെയാണ് മേടിക്കുന്നത്. കണ്ടോ, ലൂയി വിറ്റോൺ, ഗുച്ചി. ലെതർ എന്നൊക്കെ പറയുന്നത് എനിക്കറിയത്തില്ല. ഉണ്ട് ഇങ്ങനത്തെ ബാഗ്സ്, അർമാണിയുടെ ബാഗ്സ്, അങ്ങനത്തെ ഒരുപാട് നല്ല നല്ല ബാഗ്. സുപ്രീം ഉണ്ട്, നൈക്കി, അഡിഡാസ് എല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ അതാ ലേഡീസ് പോസ്റ്റേഴ്സ് ഒക്കെ ഒരുപാടുണ്ട്. എല്ലാം 10 എണ്ണത്തെ അവർ പറയുന്നത്. 10 എണ്ണത്തിന് നമ്മൾ നമ്മുടെ 500 റുപ്പീസൊക്കെ വരും. 500 റുപ്പീസ് നമുക്ക് നോക്കാം, ഒന്ന് ബാർഗൈൻ ചെയ്ത് നോക്കാം. അവിടെ சொல்றோம் 75. Total leather no. Is full 25 day 20 leather 50. It's very expensive food model leather model. Is 20 25 50 well which ഒരു പറയുന്നത് എല്ലാത്തിനും വലിയ ബാഗ്സിനൊക്കെ ഒരു 75 മന്നത്ത്, ഒരു 3500 രൂപയൊക്കെ നമ്മുടെ നാട്ടിലെ. പക്ഷേ അതൊക്കെ നമുക്ക് ആ പ്രൈസിന് നമ്മുടെ നാട്ടിൽ തന്നെ മേടിച്ചു വിടും. 20 20 ലാസ്റ്റ് 45 ഒക്കെ சொன்னா ലാസ്റ്റ് ഒരു 45 മന്നത്തൊക്കെ പറഞ്ഞു. നമ്മൾ പറഞ്ഞു 15 മന്നത്താണെങ്കിൽ എടുക്കാന്ന് പറഞ്ഞു. പുള്ളി പറയുന്നത് ഇവിടുത്തെ നമ്മൾ ടൂറിസ്റ്റുകൾക്കൊക്കെയാണ് ഇത്രയും കാശ് അവർ മേടിക്കുന്നത് കേട്ടോ. ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ഭയങ്കര കമ്മിയായിട്ടാണ്. ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു ചെരുപ്പൊക്കെ ചോദിച്ചായിരുന്നു, അപ്പോൾ അത് 14 മന്നത്താണ് പറയുന്നത്. അപ്പോൾ നമ്മളവിടെ എത്ര വരും, ഒരു 750 രൂപയൊക്കെ വരും തോന്നുന്നു. പക്ഷേ ഇത് ഇവർക്ക് 7 മന്നത്തിനൊക്കെയാണ് കൊടുക്കുന്നത്, 350 രൂപയ്ക്കൊക്കെയാണ് ഇവർക്ക് വയ്ക്കുന്നത്. അപ്പോൾ ആ ഡിഫറൻസ് നമ്മുടെ ടൂറിസ്റ്റ് വരുമ്പോഴത്തേക്ക് അതനുസരിച്ച് അവർ വില കൂട്ടിയായിരിക്കും പറയുന്നത്. അതിവിടെ ഉണ്ട്, എല്ലായിടത്തുള്ളതും പോലെ തന്നെ ഇവിടെ ഉണ്ട്. വേണമെങ്കിൽ മേടിക്കാം. പക്ഷെ ബാർഗെയിനിങ് ഉണ്ട് കേട്ടോ. അവർ 75 പറഞ്ഞൊരു ബാഗ് നമ്മൾ 40 വരെ എത്തിച്ചു. 40 എന്ന് പറയുമ്പോഴത്തേക്കും 2000 റുപ്പീസ് വരെ നമ്മൾ എത്തിച്ചു. പക്ഷെ അതും നമ്മുടെ അവിടത്തേക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറവാണല്ലോ, അല്ല സോറി കൂടുതലാണല്ലോ നമ്മളവിടത്തെ. പുള്ളി വേറൊരു സ്ഥലത്ത് കൊണ്ടുപോകാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹൃദല്ല എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ കുറച്ചുകൂടി ചീപ്പായിട്ട് കിട്ടും. ഇവരുടെ വീട്ടിലൊക്കെ ഉള്ള ഒരു ഫാമിലിയൊക്കെ അവിടെ നിന്ന് മേടിക്കുന്നതാണ് പറഞ്ഞത്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം, എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് നോക്കാം. എനിക്ക് ഉറപ്പൊന്നുമില്ല, നമ്മൾ മേടിക്കൊന്നും ഉറപ്പൊന്നുമില്ല, ചുമ്മാ കയറി നോക്കിയതാണ്. എന്തായാലും അങ്ങോട്ട് നമ്മൾ പോയി നോക്കാം. നമ്മുടെ അസർബായ് നമ്മുടെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിരിക്കുകയാണ്. നമ്മൾ അവിടെ പോയപ്പോഴത്തേക്കും ഭയങ്കര കോസ്റ്റ്ലി ആയതുകൊണ്ട് പുള്ളിക്കാരൻ ഭയങ്കര ചീപ്പായിട്ട് കിട്ടുന്ന ഒരു ബസാറിലോട്ട് നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഉണ്ടോ, ഇതാണ് ബസാർ. കുട്ടി ബസാറാണ്, നമ്മൾ നേരത്തെ പോയ പോലത്തെ അല്ല, വലിയ ബസാറല്ല. പക്ഷേ ഇവിടെ കുറച്ചുകൂടി ചീപ്പ് റേറ്റിൽ കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ തന്നെ ആയിരുന്നു അവിടുത്തെ കിട്ടുന്ന പ്രൈസൊക്കെ സാധനങ്ങൾക്ക്. പക്ഷെ ഇവിടെ കുറച്ചുകൂടി അഫോർഡബിൾ പ്രൈസിനാണ് കിട്ടുന്നത് തോന്നുന്നു. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഹൃദത്ത എന്ന സ്ഥലത്താണ്. ഹൃദാല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പുള്ളിയുടെ നമ്മുടെ അസർബായുടെ വീട് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നത് ഒരു പിക്നിക് ഏരിയ കേട്ടോ. ഇത് ഫുള്ള് എനിക്ക് ഹോട്ടൽസും, ചെറിയ ഹോട്ടൽസും കഫേസും പിന്നെ ഐസ്ക്രീം ഷോപ്സൊക്കെ ആയിട്ട് ഒരുപാട് പരിപാടികളൊക്കെ ഉള്ള സ്ഥലമാണ്. മുകളിൽ പാർക്കൊക്കെ ഉണ്ട്. ഇവിടെ റിലാക്സ് ചെയ്യാനൊക്കെ ഇവിടുത്തെ ആൾക്കാർ വരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. സമയം ഇവിടെ 7:15, 7:10. ഭയങ്കര കാറ്റും തണുപ്പും. നമ്മൾ ചുമ്മാ ബാഗ് ഷോപ്പ് ചെയ്യാനൊക്കെ, ബാഗ് മേടിക്കാനായിട്ട് ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് ഒന്നും മേടിച്ചില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടൊന്നും കിട്ടിയില്ല. പക്ഷെ വില കുറവ്, പല സൈസിൽ പല റേറ്റിലുള്ള ഉണ്ട് കേട്ടോ ഇവിടെ. ഷോപ്സ്, ഒരുപാട് ബസാർസൊക്കെ ഉണ്ട്. മേടിക്കേണ്ടവർക്ക് മേടിക്കാം. നമ്മൾ കഴിഞ്ഞിട്ട് ഒരു പാർക്കിലോട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. പക്ഷെ ഈ സമയത്ത് 7:10 സമയം, നല്ല തണുപ്പും കാറ്റും. വേണ്ട, ഇവിടുത്തെ ഒരു പാർക്കായത്. ഇത് ശരിക്കും ഇവിടുത്തെ ഒരു പിക്നിക് ഏരിയ തന്നെയാണ് കേട്ടോ. ഫുള്ള് ഗെയിമിങ്ങും ഇതേപോലത്തുള്ള റൈഡും പരിപാടിയൊക്കെ ഉള്ള ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സ്. ആൾക്കാർക്കൊക്കെ വൈകിട്ട് വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. പിള്ളേർക്കൊക്കെ ഇതൊക്കെ കുഞ്ഞു റൈഡ്സും ഒരു ചെറിയൊരു
എന്താ പറയണ്ടേ, ഒരു പാർക്ക്. പക്ഷെ അതിനകത്ത് എല്ലാം ഉണ്ട്, എല്ലാ റൈഡ്സും ഉണ്ട്. ഒരു പെട്ട നമ്മുടെ നാട്ടിൽ ഈ ഓണത്തിനും ക്രിസ്മസിനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പോലത്തെ സാധനം ഇവിടെ എല്ലാ ടൈമിലും ഉണ്ട്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഗെയിമിങ്ങും പരിപാടികളൊക്കെ ഫുള്ള് ഇതേപോലത്തുള്ള മരങ്ങളുടെ ഇടയിലൊക്കെ ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സും ഒക്കെ. ആൾക്കാരൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് സീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ. അതൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു, ഈവനിങ് എൻജോയ് ചെയ്യുന്നു. അങ്ങനത്തെ പരിപാടികളൊക്കെ ഇവിടെ. ഇത് അടിപൊളി, നല്ല ഒരു റിലാക്സിങ്ങിനുള്ള സ്ഥലമാണ് കേട്ടോ. ഈവനിങ്സ് ഒക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ ഫുൾ റെസ്റ്റോറൻറ്റ്സും കഫേസും ഒക്കെ ആയിട്ട്. എനിക്കൊന്ന് ഇവിടെ ഒരു ഫ്ലാഗ് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു, അത് ഇപ്പോൾ ഇല്ല, അഴിച്ചു മാറ്റി കാണുന്നു. ഇതിൻ്റെ അടുത്തുള്ള പേര് ഹൈദർ അലി പാർക്ക്. ഹൈദർ അലി പാർക്ക്. ഓ ഓക്കെ, ഇതാ ഹൈദർ അലി പാർക്ക് കേട്ടോ. ഇവിടുത്തെ മെയിൻ ആളാണല്ലോ ഹൈദർ അലി. അപ്പോൾ പുള്ളിക്കാരൻ്റെ പേരിലുള്ള പാർക്കായത്. അപ്പോൾ ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതേ റൂമിലോട്ട് പോവാണ്, നമ്മുടെ ഹോട്ടലിലോട്ട് പോവാണ്. ഇന്നൊരു അടിപൊളി ദിവസമായിരുന്നു. കറക്റ്റ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പോയി. നമ്മൾ ഗോബുസ്ഥാൻ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആർട്ട് മ്യൂസിയം, ഏൻഷ്യൻ റോക്ക് മ്യൂസിയം, അത് കഴിഞ്ഞിട്ട് ഈവനിങ് എല്ലാം റിലാക്സ് ചെയ്യാനായിട്ട് നമ്മളൊരു പാർക്കിൽ പോയി. ചെറുതായിട്ട് ഷോപ്പിംഗ് ഒക്കെ നടത്താൻ നോക്കി, പക്ഷെ ഒന്നും നടന്നില്ല. പിന്നെ നമ്മൾ പാർക്കിൽ പോയി. നല്ല അടിപൊളി ദിവസമായിരുന്നു. എന്നിട്ട് നമ്മളിത് ഇപ്പം റൂമിലോട്ട് പോവാണ്. നാളെ നമ്മൾ ഓൾഡ് ബാക്കു സിറ്റി ആണ് കറങ്ങാൻ പോകുന്നത്. നാളെ എനിക്ക് മിക്കവാറും ഭയങ്കര, കാരണം ഞാൻ ബാക്കു സിറ്റി, നമ്മൾ ബാക്കു ആദ്യമായിട്ട് അസർബൈജാൻ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും ഫേസ് ഓഫ് ബാക്കു എന്നൊക്കെ പറയില്ല, അതേപോലത്തെ ഒരു സ്ഥലമാണ്. നിസാമി സ്ട്രീറ്റ്, പിന്നെ ഇച്ചൻഷെയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുത്തെ പഴയ, അതായത് ഇവിടെ ഓൾഡ് ബാക്കു. ബേസിക്കലി ഇതിപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ഫുൾ മോഡേൺ ബാക്കു പോലത്തെ അല്ല, പഴയ ബാക്കു. അത് അങ്ങോട്ടാണ് നമ്മൾ നാളെ പോകാൻ പോകുന്നത്. അപ്പോൾ അത് വളരെ എക്സൈറ്റഡ് ആയിട്ടാണ്. നമ്മൾ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ നാളെ, ലാസ്റ്റ് ഡേ ഇൻ ബാക്കു ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റന്നാളാണ് നമ്മുടെ റിട്ടേൺ ഫ്ലൈറ്റ്. അപ്പം നാളെ ഫുള്ള് നമ്മൾ കറക്കമായിരിക്കും. എന്തായാലും കുറേ സാധനങ്ങൾക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നല്ല ഫുഡൊക്കെ അടിക്കണം അവിടെ പോയിട്ട്, നിസാമി സ്ട്രീറ്റിൽ പോയിട്ട്, പിന്നെ അവിടെ കുറേ കറങ്ങണം. എല്ലാം മിക്കവാറും വാക്കബിൾ ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ നാളത്തെ വ്ളോഗിൽ കാണാം. അടുത്ത വ്ളോഗിൽ